അതൊരു വല്ലാത്ത വരവായിരുന്നു. ആരവത്തോടെയുള്ള വരവ്. ആദ്യം വണ്ടി ഇറങ്ങിയത് കസ്റ്റംസ്, പിന്നാലെ എത്തി NIA, പിന്നീട് ED, CBI, NCB, 10ഓളം അന്വേഷണ ഏജൻസികൾ തീർത്ത ശരശയ്യയിൽ സർക്കാർ. അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ ചക്രവ്യൂഹത്തിലാക്കിയ അന്വേഷണം 3 മാസവും കടന്ന് 4ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ശിവശങ്കറിന്റെ കാര്യത്തിൽ പലയാവർത്തി ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോ അറസ്റ്റ് എന്ന പ്രതീതി ഉണ്ടായതാണ്. 10-90 മണിക്കൂർ ആവർത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഇപ്പോഴും പ്രതിയല്ല ശിവശങ്കർ. ഇന്ന് അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവും. ഏറ്റവും ചുരുങ്ങിയത് 23-ാം തീയതി വരെയെങ്കിലും ശിവശങ്കറിന് വീട്ടിൽ സമാധാനമായി ഉറങ്ങാം. വാട്സാപ്പ് ചാറ്റുകളുടെ അടക്കം തീയതി മറച്ചുവെച്ച ED കുറ്റപത്രത്തിൽ ചതിപ്രയോഗം നടത്തിയെന്ന് ശിവശങ്കറിന്റെ അപേക്ഷ ഭാഗികമായെങ്കിലും കോടതി കേൾക്കുന്നുണ്ട്. കുറ്റപത്രത്തിൽ ശിവശങ്കറിനെ പറ്റി പറഞ്ഞത് വായിച്ചാൽ അടുത്ത ഘട്ടം അറസ്റ്റ് എന്ന തോന്നലുണ്ടാക്കിയെങ്കിലും ഇന്ന് ED കോടതിയിൽ പറയുന്നു, ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ലല്ലോ നീതിപീഠമേ എന്ന്. അതുതന്നെയാണ്, അതേ ദിവസം തന്നെയാണ് NIA കേസിൽ UAPA പോലെയുള്ള അതിശക്തമായ നിയമം ചുമത്തപ്പെട്ട കേസിൽ 180 ദിവസം ചോദ്യവും പറച്ചിലുമില്ലാതെ ജയിലിൽ പാർപ്പിക്കാൻ കെൽപ്പുള്ള ഒരു നിയമത്തിന്റെ കീഴിൽ 10 പ്രതികൾക്ക് ഇന്ന് ജാമ്യം കിട്ടിയത്. താൻസാനിയ ബന്ധവും സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമും സ്വപ്നയുടെ ഫോണിൽ നിന്ന് കിട്ടിയെന്ന് പറയപ്പെടുന്ന സക്കീർ നായിക്കിന്റെ ചിത്രവുമൊക്കെ അന്വേഷണ ഏജൻസിയുടെ രക്ഷയ്ക്കെത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണണം. ജാമ്യം ഇതാദ്യമല്ല. ഈ പ്രതികളൊക്കെ കസ്റ്റംസ് കേസിൽ ജാമ്യം കിട്ടിയവരാണ്. സ്വപ്നയടക്കമുള്ള പ്രതികൾക്ക് ED കേസിൽ ജാമ്യം കിട്ടിയതാണ്. എന്താണ് കാരണം? കുറ്റപത്രം സമർപ്പിച്ചില്ല. ലൈഫിൽ CBI കേസിന് സ്റ്റേ മാറ്റിയില്ലെങ്കിൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് CBI ഹൈക്കോടതിയിൽ പറയുന്നു. ആരവത്തോടെ വന്ന അന്വേഷണ ഏജൻസികൾക്ക് ചുവട് പിഴയ്ക്കുന്നോ എന്ന സംശയം ബലപ്പെടുമ്പോൾ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു സൂപ്പർ പ്രൈം ഡേ. 1. ശിവശങ്കരൻ അറസ്റ്റ് തടഞ്ഞത് കേവലം സ്വാഭാവിക നടപടിക്രമം മാത്രമാണോ? 2. ഇക്കാലം അത്രയും കുലുക്കമില്ല എന്ന് ശിവശങ്കർ. ED കുറ്റപത്രം വന്നപ്പോഴേക്കും ഓടി കോടതിയിലേക്ക് പോയത് മടിയിൽ കനമുള്ളതുകൊണ്ടോ അറസ്റ്റ് ഭയന്നോ? 3. UAPA കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിപ്പോകുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? 4. UAPAക്ക് തെളിവെവിടെ അന്വേഷണ സംഘമേ എന്ന് കോടതിക്ക് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? 5. അന്വേഷണ ഏജൻസികളുടെ ക്ലാരിറ്റി ഇല്ലായ്മ. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന CPM വാദത്തിന് ബലം പകരുന്നുണ്ടോ? 6. ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് സന്തോഷ് ഈപ്പൻ മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത് ലൈഫ് ഇടപാട് അടിമുടി കമ്മീഷൻ ഇടപാടായിരുന്നുവെന്നും അതിൽ ടെൻഡറൊന്നും ഉണ്ടായിരുന്നില്ല എന്നുമാണ്. ഇപ്പോഴും ലൈഫിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം.